ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനം. മുമ്പ് കാലത്ത് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ധനവിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു ആശയം ഇന്ന് ഈശോ നമുക്ക് വിചിന്തനത്തിനായി. യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലാകണം എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ഈ ലോക ജീവിതത്തിന്റെ സമ്പത്ത് ശേഖരണത്തിന്റെ ഭാഗമായി തൻ്റെ ആത്മവും തൻ്റെ ശരീരവുമെല്ലാം ഈ ലോക ജീവിതത്തിന്റെ കെട്ടുപാടുകൾക്കുള്ളിൽ തളച്ചിടുമ്പോൾ അവന് നിത്യത സ്വപ്നം കാണാൻ സാധിക്കില്ല എന്ന് ഈ ലോക ജീവിതം ആസ്വദിച്ച് നിത്യതയെ പുൽകാനാവാത്ത ഗതികേടിലാകുന്ന ചങ്ങമ്പുഴ പാടിയല്ലോ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള രീതി. ഈ ലോക ജീവിതത്തെ ആസ്വദിക്കുക, അത് ധനസമ്പാദനത്തിന്റെ തലത്തിലാണെങ്കിലും സുഖഭോഗങ്ങളുടെ തലത്തിലാണെങ്കിലും ലൗകിക വ്യഗ്രതയുടെ തലത്തിലാണെങ്കിലും അത് വല്ലാണ്ട് മനസ്സിനെ മതിക്കുന്ന വികാരമായിട്ട് തീരുന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ഒരു വലിയ മൃഗത്തിന്റെ ശവശരീരം ഒഴുകി വരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് കൗണ്ട് ഡൗൺ പറയുന്ന തലത്തില് മൃതദേഹം ഒഴുകി വെള്ളച്ചാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ദൂരെ നിന്ന് കാണികൾ കാണുക, ആ ഒഴുകി വരുന്ന ഈ വലിയ മൃഗത്തിന്റെ മൃതശരീരത്തിലെ മാംസകഷ്ണങ്ങൾ കൊത്തിവലിക്കാൻ വേണ്ടി തത്രപ്പാട് നടത്തുന്ന കഴുകന്മാർ. അവര് അവരുടെ കൊക്കിൽ ഒതുങ്ങുന്ന മാംസകഷ്ണങ്ങളൊക്കെ കുത്തിപ്പറിച്ച് എടുക്കുകയാണ് മൃതദേഹത്തിൽ. ഏറെ ഭീകരമെന്ന് തോന്നുന്ന ഒരു ദൃശ്യം. ഈ നടക്കുന്നതൊന്നും അറിയാതെ വളരെ ക്രൂരമായിട്ട് തൻ്റെ നാവിലേക്ക് തൻ്റെ പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ച് ഒരു കഴുകൻ ആ മാംസത്തിൽ നിന്ന് ആവോളം വെട്ടി വിഴുങ്ങുകയാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന മൃതദേഹത്തിന്റെ വേഗത ഒരുപക്ഷെ ആ മൃഗം ചെറിയ അവസാന വിനാഴികയിൽ അത് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുമ്പോൾ പറന്നുയരാമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണ് കഴുകൻ ആഞ്ഞു കുത്തി വലിക്കുന്നത്. പക്ഷേ അവസാന വിനാഴികയിൽ ഈ വലിയ മൃഗത്തിന്റെ മൃതശരീരം വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ചപ്പോൾ ഇരു ചിറകുകളും വരാഞ്ഞ് വിടർത്തി പറന്നുയരാൻ കൊതിച്ച കഴുകന്റെ കാലുകള്, നഖങ്ങള് മൃതദേഹത്തിന്റെ എല്ലുകൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുക. പറന്നുയരാൻ ആവത് ശ്രമിച്ചിട്ടും കാലുകള്, നഖങ്ങള് വിട്ടുപോരാതെ മൃതദേഹത്തില് പൂണ്ടുപോയിരിക്കുകയാണ് കഴുകന്റെ. അവസാനം കാണികളൊക്കെ കാണുന്നത് വലിയ മൃഗത്തിന്റെ മൃതദേഹത്തോടൊപ്പം ആ വലിയ കുഴിയിലേക്ക്, വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുന്ന കഴുകന്റെ ഭീകരമായ ദുര്യോഗമായ ഒരു ദൃശ്യം. നമ്മളും ഇങ്ങനെ അറിയുന്നവരെ ഈ ലോക ജീവിതത്തിന്റെ അവസാന വിനാഴിക വരെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ അവസാന നിമിഷം ദൈവത്തിലേക്ക് ആശ്രയം ചെയ്ത് മടങ്ങി വരാമെന്നുള്ള സ്വപ്നമൊക്കെ ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതാവും. ഈ ഒരു ചിന്ത നമ്മളെ വല്ലാണ്ട് ബാധിക്കണം. സ്വർഗത്തിലെ നിക്ഷേപം കരുതി വെക്കാതെ ഇരു കരങ്ങളും ശവമഞ്ചത്തിന്റെ പുറത്തേക്കിട്ട് താൻ ഇവിടുന്ന് ഒന്നും നേടിയില്ല എന്ന് പരസ്യമായിട്ട് ഉറക്കെ പ്രഖ്യാപിച്ച് കടന്നുപോയ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ നാം തിരിച്ചറിയണം, ഈ ലോക ജീവിതം നമ്മളെ എങ്ങും എത്തിക്കില്ല. നിത്യരാജ്യത്തേക്ക് വേണ്ടിയിട്ടുള്ള വകകൾ
എൻ്റെ കണ്ണുകൾ എത്രമാത്രം ശോഭയുള്ളതാണോ അത്രമാത്രം തെളിമയോടെ എനിക്ക് എൻ്റെ മുൻപിലുള്ളവയെ കാണാൻ സാധിക്കും. എൻ്റെ കണ്ണുകൾ പണത്തിൻ്റെ ആർത്തിയുടെ രൂപഭാവം വന്ന കണ്ണുകളായി മാറുന്നു. ചുറ്റും നടക്കുന്നതൊന്നും തിരിച്ചറിയാതെ ആ ധനത്തോടുള്ള ആസക്തിയുടെ പിരിമുറുക്കത്തിൽ ഞെരിഞ്ഞമർന്നില്ലാതായി മാറും എന്നുകൂടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് മൂന്നാമതൊരു കാര്യം കൂടെ ഈശോ പറഞ്ഞു വെച്ചു. ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സ്നേഹിക്കുക, സേവിക്കുക സാധ്യമല്ല. ഒന്നിനെ തള്ളിപ്പറഞ്ഞാലേ മറ്റതിനെ ചേർത്തുപിടിക്കാനാകും. പിശാചിന്റെ അടിമത്തത്തിലേക്ക് നമ്മളെ തള്ളിക്കളയുന്ന ധനത്തോടുള്ള അമിതാസക്തികളൊക്കെ ഒഴിവാക്കി ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ കൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ 3 ചിന്തകളും ദൈവസന്നിധിയിൽ നിറവോടെ അനുഗ്രഹത്തിൻ്റെ പറുദീസയിലേക്ക് പറന്നുയരാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന തമ്പുരാൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകബന്ധങ്ങളിൽ കൊക്കുടക്കി വിരലുടക്കി നഖമുടക്കി കിടന്നു പോകരുതേ എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.